മേഘാലയയിലെ അനധികൃത ഖനിയിൽ അകപ്പെട്ട 15 തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി 200 അടി താഴ്ചയാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം എത്രയും പെട്ടെന്ന് പുറത്തെടുത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ശ്രമം പുരോഗമിക്കുകയാണ്. ഡിസംബർ 13-നാണ് മേഘാലയയിൽ ഈസ്റ്റ് ജൈന്തിയ ഹിൽസ് ജില്ലയിലെ അനധികൃത കൽക്കരി ഖനിയിൽ 15 തൊഴിലാളികൾ കുടുങ്ങിയത്. ഖനി അപകടം നടന്ന് 32 ദിവസങ്ങൾക്ക് ശേഷമാണ് അപകടത്തിൽപ്പെട്ട ഖനി തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചത്. അണ്ടർ വാട്ടർ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലാണ് ഭൂനിരപ്പിൽ നിന്നും 200 അടി താഴെ മൃതദേഹമുള്ളതായി സ്ഥിരീകരിക്കപ്പെട്ടത്. മൃതദേഹം പുറത്തെത്തിക്കാനുള്ള ശ്രമം രക്ഷാപ്രവർത്തകർ ആരംഭിച്ചു. ഡിസംബർ 13-നാണ് മേഘാലയയിലെ ഈസ്റ്റ് ജയന്തിയ ഹിൽസ് ജില്ലയിലെ അനധികൃത കൽക്കരി ഖനിയിൽ 15 തൊഴിലാളികൾ കുടുങ്ങിയത്. ബാക്കിയുള്ള 14 പേരുടെ കാര്യത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കോ നാവികസേനയ്ക്കോ യാതൊരു വിവരവും ഇതേവരെ ലഭിച്ചിട്ടില്ല. സംഭവം നടന്ന് 32 ദിവസങ്ങൾ കഴിഞ്ഞതിനാൽ ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്ന അനുമാനത്തിലാണ് രക്ഷാപ്രവർത്തകർ. 1 കോടി ലിറ്റർ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞിട്ടും ജലനിരപ്പ് 370 അടിയായി തന്നെ തുടരുകയാണ്. ഇതാണ് തൊഴിലാളികളെ കണ്ടെത്തുന്നതിൽ രക്ഷാപ്രവർത്തകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി KG ദിനകർ ചേരുകയാണ്. ദിനകർ, LDF മുന്നണി വികസിപ്പിച്ച ശേഷമുള്ള ആദ്യ യോഗം കൂടിയാണ് ഇന്ന് ചേരുന്നത്. എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകളാകും? പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകളായിരിക്കുമോ ഉണ്ടാവുക? അജിംഷാദ്, LDF യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യോഗത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ LDF-ൽ 6 ഘടകകക്ഷികളായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ 4 ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തി ഇപ്പോൾ 10 അംഗങ്ങളാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് വിഷയമാണ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംഷാദ്, ശരി. KG ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. UDF യോഗം മാറ്റിവെച്ചു. 11 മണിക്ക് ചേരാനിരുന്ന യോഗം ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചേരുക. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥാനാർത്ഥി ചർച്ചയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമാണ് പ്രധാന ചർച്ചാ വിഷയം. ഇതിന്റെ വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ലെസ്ലിയിലേക്ക് പോകാം. ഒരു ഇടവേളയ്ക്ക് ശേഷം തീർച്ചയായും LDF യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരും. എന്നാൽ UDF യോഗം മാറ്റിവെച്ചു എന്നതാണ്. 11 മണിക്ക് ചേരാനിരുന്ന യോഗമാണ് ഉച്ചയ്ക്ക് 2 മണിയിലേക്ക് മാറ്റുക. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥാനാർത്ഥി ചർച്ചയാണ് പ്രധാനമായും ചർച്ചാ വിഷയമെന്നാണ് ലെസ്ലി ജോൺ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ലെസ്ലി, അതായത് ഇടുക്കി സീറ്റിനെ ചൊല്ലി ജേക്കബ് വിഭാഗവും പഴയ ജോസഫ് വിഭാഗവും അടക്കമുള്ള തർക്കങ്ങൾ, PC ജോർജിന്റെ പ്രവേശനം, ഒപ്പം അത്തരത്തിലുള്ളതായിരുന്നു UDF യോഗത്തിന്റെ പ്രതീക്ഷയായി രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടിരുന്നത്. എന്താണ് യോഗം മാറ്റാൻ കാരണം? അജിംഷാദ്, രാവിലെ 11 മണിക്കായിരുന്നു UDF യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക വസതിയായ കൺട്രോൾമെന്റ് ഹൗസിലായിരുന്നു ഇത്തരത്തിൽ യോഗം ചേരുന്നതിനുള്ള തീരുമാനമുണ്ടായത്. എന്നാൽ രാവിലെ KPCC സെക്രട്ടറി അബ്ദുൾ ഗഫൂറിന്റെ നിര്യാണം ഉണ്ടായതിനെ തുടർന്നാണ് യോഗം ഉച്ചയ്ക്ക് 2 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പ്രധാനമായും യോഗത്തിൽ ഇന്ന് ചർച്ചാ വിഷയമാകേണ്ടിയിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന പ്രാഥമിക ചർച്ചകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ LDF-ലേക്ക് ചേക്കേറിയ JDU വിഭാഗത്തിന്റെ ഒരു മറുവിഭാഗം ഇപ്പോഴും UDF-ുമായി സഹകരിക്കുന്നുണ്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഭാഗത്തെ കൂടെ കൂട്ടണോ എന്നുള്ള കാര്യവും ചർച്ചാ വിഷയമാവും. ഒപ്പം തന്നെ NDA-യിൽ നിന്നും വിട്ടുവന്ന രാജൻ ബാബു വിഭാഗവും ഇതുപോലെ UDF-ുമായി അനുകൂലിച്ച് UDF-നോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രാജൻ ബാബുവിനെയും UDF-നൊപ്പം നിൽക്കുന്ന JDU വിഭാഗത്തെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഭാഗമായി കൊണ്ടുപോകുക എന്നുള്ള വിഷയത്തിലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകേണ്ടതായിരുന്നു. എന്തായാലും PC ജോർജിന്റെ വിഷയം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരികയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത്തരത്തിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് ഇന്നത്തെ UDF യോഗം ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. 11 മണിക്ക് ചേരേണ്ടിയിരുന്ന യോഗം അബ്ദുൾ ഗഫൂറിന്റെ നിര്യാണത്തെ തുടർന്ന് 2 മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അജിംഷാദ്, ശരി. ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, KSRTC തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ലേബർ കമ്മീഷണർ ഇന്ന് ചർച്ച നടത്തും. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ചർച്ച. പണിമുടക്ക് മാറ്റിവെച്ച സാഹചര്യത്തിൽ നിർണായക തീരുമാനങ്ങൾ യോഗത്തിലുണ്ടാകില്ല. എന്നാൽ KSRTC MD ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ സംഘടനാ പ്രതിനിധികൾ കമ്മീഷണർക്ക് പരാതി നൽകിയേക്കും. തൊഴിൽ നിയമങ്ങൾ
KSRTCയിൽ പാലിക്കപ്പെടുന്നില്ലെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളുടെ പരാതി. രാവിലെ 10 മണിക്ക് കമ്മീഷണർ ഓഫീസിലാണ് ചർച്ച. ബാർക്കോഴ കേസിൽ മുൻ മന്ത്രി KM മാണിക്കെതിരെ തുടരന്വേഷണത്തിന് സർക്കാർ അനുമതി വേണ്ടെന്ന് വിജിലൻസ്. അഴിമതി നിരോധന നിയമത്തിലെ പുതിയ ഭേദഗതി അനുസരിച്ചുള്ള മുൻകൂർ അനുമതി വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ലെന്നാണ് വിജിലൻസിന്റെ നിലപാട്. നിയമ ഭേദഗതി ചെയ്ത് 2018 എന്നാൽ 2014 തന്നെ ബാർക്കോഴ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യം വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസ് ഈ മാസം 29-ന് കോടതി പരിഗണിക്കും. സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ ബാർക്കോഴ കേസിൽ തുടരന്വേഷണം നടത്താനായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. എന്നാൽ മുൻകൂർ അനുമതി വ്യവസ്ഥയ്ക്കെതിരെ VS അച്യുതാനന്ദനും പരാതിക്കാരനായ ബിജു രമേശും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് നിലപാട് വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കാൻ വിജിലൻസിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. തുടരന്വേഷണത്തിന് സർക്കാർ അനുമതി ആവശ്യമില്ലെന്നാണ് വിജിലൻസിന്റെ നിലപാട്. പുതിയ ഭേദഗതി അനുസരിച്ചുള്ള മുൻകൂർ അനുമതി വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ല. മുൻകൂർ അനുമതി വ്യവസ്ഥ ചെയ്യുന്ന അഴിമതി നിരോധന നിയമത്തിലെ ഭേദഗതി വന്നത് 2018 എന്നാൽ 2014 തന്നെ ബാർക്കോഴ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മാത്രവുമല്ല, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലാതെ വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഭേദഗതി ബാധകമല്ലെന്നുമാണ് വിജിലൻസിന്റെ നിലപാട്. ഇക്കാര്യം ഇന്ന് ഹൈക്കോടതിയെ വിജിലൻസ് അറിയിക്കും. തുടരന്വേഷണത്തിന് വിജിലൻസ് തയ്യാറാണ്. എന്നാൽ കേസ് റദ്ദാക്കണമെന്ന KM മാണിയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ ഹർജിയിൽ തീർപ്പാക്കിയാൽ മാത്രമേ തുടരന്വേഷണം സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങൂ. സാലി മുഹമ്മദ്, കൊച്ചി. മാധ്യമപ്രവർത്തകൻ റാംചന്ദർ ഛത്രപതിയെ കൊലപ്പെടുത്തിയ കേസിൽ വിവാദ ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗിനുള്ള ശിക്ഷ കോടതി ഇന്ന് വിധിക്കും. ഗുർമീത് അടക്കം 4 പ്രതികൾ കുറ്റക്കാരാണെന്ന് പഞ്ച്കുള പ്രത്യേക CBI കോടതി ജനുവരി 11-ന് കണ്ടെത്തിയിരുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ഗുർമീതിനെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കില്ല. പൂരാസച്ച് ദിനപത്രത്തിന്റെ എഡിറ്ററായിരുന്ന റാംചന്ദ്ര ഛത്രപതിയെ 2002 ഒക്ടോബർ 24-നാണ് ഗുർമീതും അനുയായികളും ചേർന്ന് കൊലപ്പെടുത്തിയത്. നീണ്ട 12 വർഷത്തിനു ശേഷം 2019 ജനുവരി 11-ന് ഗുർമീതും 3 അനുയായികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. പഞ്ച്കുള പ്രത്യേക CBI കോടതി ജഡ്ജി ജഗദീപ് സിംഗാണ് കേസിൽ ശിക്ഷ വിധിക്കുക. ബലാത്സംഗ കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഗുർമീതിനെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കില്ല. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ഗുർമീത് ശിക്ഷ അനുഭവിക്കുന്ന റോഹ്തക് ജില്ലയിലെ സുനാരിയ ജയിലിൽ വീഡിയോ കോൺഫറൻസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കേസിൽ വിധി പറയുന്ന സമയത്തും ജയിലിൽ വീഡിയോ കോൺഫറൻസ് സൗകര്യം ഒരുക്കിയിരുന്നു. കുൽദീപ് സിംഗ്, നിർമ്മൽ സിംഗ്, കൃഷ്ണൻലാൽ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. 2006-ലാണ് റാംചന്ദ്ര ഛത്രപതിയുടെ കൊലപാതക കേസ് CBI ഏറ്റെടുത്തത്. ഗുർമീതിന്റെ സിർസയിലുള്ള ആശ്രമത്തിൽ സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നുണ്ടെന്ന വാർത്ത പുറത്തുവിട്ടതിന്റെ പ്രതികാരത്തിനാണ് ഛത്രപതിയെ കൊലപ്പെടുത്തിയെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഇതിനുവേണ്ട തെളിവുകളും CBI കോടതിയിൽ നിരത്തിയിരുന്നു. ബലാത്സംഗ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ റാം റഹീം സിംഗിന് 2017-ൽ 20 വർഷമാണ് കോടതി ശിക്ഷ വിധിച്ചിരുന്നത്. അന്ന് വിവാദ ആൾദൈവത്തിന്റെ അനുയായികൾ നടത്തിയ കലാപത്തിൽ 30-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ശിക്ഷാവിധി മുൻനിർത്തി പഞ്ചാബിലും ഹരിയാനയിലും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബ്രിട്ടീഷ് പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം പരാജയം. പ്രതിപക്ഷ നീക്കം പ്രധാനമന്ത്രി അതിജീവിച്ചു. മേയുടെ വിജയം 19 വോട്ടുകൾക്ക്. ബ്രെക്സിറ്റിൽ MP-മാരെ ചർച്ചയ്ക്ക് വിളിച്ച് തെരേസ മേ. BCCIയുടെ ഇടക്കാല ഭരണസമിതി പരാജയമാണെന്ന ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആരോപണം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യയെ KL രാഹുലിനെയും വിലക്കിയത് കോടതിക്ക് മുന്നിലെത്തിയേക്കും. ജസ്റ്റിസ് SA ബോംഡെ അധ്യക്ഷനായ 2-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇടക്കാല ഭരണസമിതി അധ്യക്ഷൻ വിനോദ് റായിയും സമിതി അംഗങ്ങളുമായുള്ള തർക്കം BCCIയുടെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്ന ആരോപണവും കോടതി പരിഗണിക്കും. തനിക്കെതിരായ FIR റദ്ദാക്കാൻ വിസമ്മതിച്ച വിധിയിലെ തെറ്റ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താന ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചു. അപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പ് പ്രതിപാദിക്കുന്നിടത്ത് തെറ്റുണ്ടായത് തിരുത്തണമെന്ന് അപേക്ഷയിൽ പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദില്ലി ഹൈക്കോടതി അസ്താനയെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ദേവേന്ദ്രകുമാറിനും എതിരായ FIRകൾ റദ്ദാക്കാൻ കഴിയില്ലെന്ന് വിധി പറഞ്ഞത്. ഇവർക്കെതിരായ അന്വേഷണം CBI 10 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും വിധിയിൽ പറഞ്ഞിരുന്നു. മൊയിൻ ഖുറേഷി കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനായി ഹൈദരാബാദിലെ വ്യവസായിയിൽ നിന്നും കോഴ വാങ്ങിയെന്ന പരാതിയിലാണ് ഇരുവർക്കുമെതിരായി കേസ് എടുത്തത്.
ഖനനം നിർത്തണമെന്ന് സമരക്കാർ പോലും പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി ഇ പി ജയരാജൻ. ജനങ്ങൾക്ക് ചില ആശങ്കകളുണ്ട്, അത് പരിഹരിക്കും. ജനതാൽപര്യവും സർക്കാരിന്റെ താൽപര്യവും തൊഴിലാളി താൽപര്യവും സംരക്ഷിക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലും കമ്പനി തലത്തിലും അവിടുത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെ സമരം നടത്തുന്ന ജനങ്ങളുമായിട്ട് ഒരു ചർച്ച ആവശ്യമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ പങ്കാളികളായിട്ടുള്ളവരെ പ്രത്യേകമായി ക്ഷണിച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആ കാര്യം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജനങ്ങളുടെ താല്പര്യങ്ങളും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളും തൊഴിലാളികളുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു നിലപാടായിരിക്കും ഗവൺമെൻറ് സ്വീകരിക്കുക. എല്ലാവരും ഖനനം തുടരാമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് ചില ആശങ്കയുണ്ട്. അവർക്ക് ഉള്ള ആശങ്കകൾ പരിഹരിച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നു. തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, സീ വാഷ് അടക്കം നിർത്തിവെച്ചുകൊണ്ടാണ് ഒരു ചർച്ച തരുന്നത്, ഖനനം നിർത്താതെ തന്നെ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മന്ത്രി വിശദമാക്കിയത് സംബന്ധിച്ച് വളരെ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്. ഇന്ന് വൈകിട്ട് ചർച്ച നടത്താനിരിക്കവേ ജനങ്ങളുടെ പേരിൽ മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്ന അടക്കം പൊളിച്ചു കാട്ടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അജിംഷാദ്, ചർച്ചയ്ക്കുള്ള അറിയിപ്പ് സമരക്കാർക്ക് നൽകിയിട്ടില്ല എന്നുള്ള പ്രചരണം പോലും ഇന്ന് രാവിലെ ചില മാധ്യമങ്ങളുടെയും മറ്റും ഭാഗത്തുനിന്നുണ്ടായി. അതിനെതിരെ കൃത്യമായ മറുപടി ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് ചർച്ചയ്ക്കുള്ള അറിയിപ്പ് കൈമാറിയിട്ടുണ്ട്, പ്രത്യേക ദൂതൻ വഴി തന്നെയാണ് കൈമാറിയിരിക്കുന്നത്. സമരക്കാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ചർച്ച നടക്കുക തന്നെ ചെയ്യും എന്ന് അക്കാര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊന്ന്, ഖനനം സംബന്ധിച്ച നിലപാട് അദ്ദേഹം പറഞ്ഞത്, ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കും. ഖനനം നിർത്തണം എന്നൊരാവശ്യം ഈ ആലപ്പാട്ടെ സമരക്കാർ പോലും ആലപ്പാട്ട് നിവാസികൾ പോലും ഇതുവരെ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടില്ല. അവർ പറയുന്നു അവർക്ക് ചില ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. അത് സർക്കാർ കേൾക്കും, അത് പരിഹരിക്കും. അത് പരിഹരിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കും. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി ഖനനം തുടരണം. ഇതാണ് സർക്കാരിന്റെ നിലപാട് എന്നാണ് മന്ത്രി പറഞ്ഞത്. ജനങ്ങളുടെ താല്പര്യവും സർക്കാരിന്റെ താല്പര്യവും ഒപ്പം അവിടെ ആ മേഖലയുമായി തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ താല്പര്യവും സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഈ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഖനനം തുടരുക എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. ആ നയത്തിനനുസരിച്ചുള്ള ചർച്ചകൾ ഇന്ന് നടക്കും. അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട എന്നാണ് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ വ്യക്തമാക്കിയത്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, ഇടുക്കി എം പി ജോയ്സ് ജോർജിനെതിരായ കൊട്ടക്കമ്പൂർ ഭൂമി വിവാദത്തിൽ നിർണായക വഴിത്തിരിവ്. ഭൂമി തട്ടിയെടുത്തതല്ലെന്നും സ്വമേധയാ നൽകിയതാണെന്നും ഭൂമി കൈമാറിയവർ ഹൈക്കോടതിയെ അറിയിച്ചു. ഭൂമി വിറ്റ തമിഴ് വംശജരായ ദേവികുളം സ്വദേശികളാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ജോയ്സ് ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ 2 പേർ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. ദേവികുളം താലൂക്കിൽ താമസിക്കുന്ന ഗണേശൻ, ലക്ഷ്മി, ബാലൻ എന്നിവരാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. തങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഭൂമി കൈമാറ്റം നടത്തിയിട്ടുള്ളതെന്ന് ഇവർ വ്യക്തമാക്കുന്നു. പരാതിയില്ലെന്നും മൂവരും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ചിലർ പരാതിയിൽ ഒപ്പിട്ടു വാങ്ങുകയായിരുന്നു. ഇതിനാൽ തങ്ങളെ കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് 3 പേരുടെയും അപേക്ഷ. പട്ടികവർഗ വിഭാഗത്തിന് നൽകിയ വനഭൂമി ജോയ്സ് ജോർജിന്റെ പിതാവ് വ്യാജ മുക്തിയാർ ചമച്ച് തട്ടിയെടുത്തു എന്ന കേസിലാണ് നിർണായക വഴിത്തിരിവ്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് 2 യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഭൂമി നഷ്ടപ്പെട്ടവരുടെ നിലപാട് അറിയണമെന്ന് കേസ് പരിഗണിച്ച കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് തമിഴ് വംശജരായ 3 പേരും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. സംഭവം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDF വലിയ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റിയിരുന്നു. പിന്നാലെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോടതിയിലെത്തിയത്. ആരോപണത്തിന്റെ മുന ഒടിഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ UDFന് രാഷ്ട്രീയ തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിന് താക്കീതുമായി SFI നേതൃത്വത്തിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഫെബ്രുവരി 18 ഡൽഹി ചലോ പാർലമെന്റ് മാർച്ച് നടത്തും. പൊതുവിദ്യാഭ്യാസം സാർവത്രികമാക്കുക, വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്നത് അവസാനിപ്പിക്കുക, കുടിശ്ശികയായ സ്കോളർഷിപ്പുകൾ ഉടൻ കൊടുത്തു തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച്. മാർച്ചിൽ 10,000-ലേറെ വിദ്യാർത്ഥികൾ അണിനിരക്കും. കർഷകർ, തൊഴിലാളികൾ, യുവാക്കൾ, ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവർക്ക് പിന്നാലെയാണ് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹവും ഡൽഹി ചലോ എന്ന മുദ്രാവാക്യവുമായി കേന്ദ്ര സർക്കാരിനെതിരായ സമരവുമായി ദില്ലിയിലെത്തുന്നത്. SFI, ASF ഉൾപ്പെടെ 5 ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 18 പാർലമെന്റ് മാർച്ച്.
പൊതുവിദ്യാഭ്യാസം സാർവത്രികമാക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, കുടിശ്ശികയായ സ്കോളർഷിപ്പുകൾ ഉടൻ വിതരണം ചെയ്യുക, സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണവും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. NDA സർക്കാരിന് കീഴിൽ വിദ്യാഭ്യാസ മേഖല ദുർബലമായതായും വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടതായും വിദ്യാർത്ഥി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. The more they read, more they learn, less they obey. So that is also the theory of our present government. They just want to destroy the thought process. They just want to destroy the thoughts, reasons and rationality of our country. 10,000-ലേറെ വിദ്യാർത്ഥികൾ മാർച്ചിൽ അണിനിരക്കും. മാർച്ചിന്റെ പ്രചരണാർത്ഥം രാജ്യവ്യാപക പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. എഴുത്തിന്റെ വഴികളിലെ അനുഭവങ്ങൾ എഴുത്തുകാരിയിൽ നിന്ന് നേരിട്ടറിഞ്ഞ വിദ്യാർത്ഥികൾ. പാലക്കാട് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരി അനിത നായരാണ് സമകാലീന വിഷയങ്ങളടക്കം നിലപാടുകൾ തുറന്നു പറഞ്ഞ് സംവദിച്ചത്. 7ാം തരം ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ പാഠം എ വില്ലേജ് പൂരം, മുണ്ടക്കോട്ട് കുറിശ്ശിയിലെ കുന്നത്തുകാവ് പൂരവും പുത്തനാൽക്കാവിലെ കാളവേലയുമെല്ലാം പാഠപുസ്തകത്തിൽ നിന്ന് വായിച്ചറിയുന്നതിനുമപ്പുറം എഴുത്തുകാരിയുടെ ഓർമ്മകളിൽ നിന്നും അനുഭവത്തിൽ നിന്നും വിദ്യാർത്ഥികൾ കേട്ടറിഞ്ഞു. പാഠഭാഗവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കും ശബരിമലയടക്കം സമകാലീന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുമെല്ലാം മറുപടി നൽകി. അപ്പൊ അങ്ങനെ ഇത് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കണ ഈ നാടിനെ കുറിച്ചാണ് എനിക്ക് ആദ്യം എഴുതേണ്ടത്. അപ്പൊ അത് കുറെ വിവിധ തരത്തിലാണ് ഞാൻ അത് എഴുതിയത്. അതെന്റെ കവിതകളിൽ വന്നിട്ടുണ്ട്, എന്റെ കഥകളിൽ വന്നിട്ടുണ്ട്, ഇതേപോലെ ലേഖനങ്ങളിലും വന്നിട്ടുണ്ട്. എന്തായാലും ഉത്തരം വയലൻസ് ആണോ, അവർക്ക് 2 അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ അതിന് ഒരാളെ അടിച്ച് അമർത്തുകയാണോ ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഒരു മാനസിക എന്താ പറയാ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണോ നമ്മൾ പ്രോഗ്രസീവ് ആയിട്ട് പറയാൻ പറ്റുക എന്നുള്ളൊരു എൻ്റെ ഉള്ളിൽ വളരെയധികം എന്താ പറയാ ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. സ്വന്തം നാടായ മുണ്ടക്കോട്ട് കുറിശ്ശി എന്ന ഗ്രാമം ജീവിതത്തിലും എഴുത്തിലുമെല്ലാം ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് കുട്ടികൾക്ക് മുന്നിൽ അനിത നായർ വാചാലയായി. പ്രതിഭയുള്ളവർക്ക് വളർന്നു വരാൻ കഴിയുമെന്നും അർപ്പണബോധവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഏത് ലക്ഷ്യവും മറികടക്കാമെന്നും കുട്ടികളെ ഓർമ്മിപ്പിച്ചു. 1 മണിക്കൂറിലേറെ നീണ്ട സംവാദത്തിൽ അധ്യാപകരും രക്ഷാകർത്താക്കളും മാനേജ്മെന്റ് പ്രതിനിധികളുമെല്ലാം പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള പ്രവാസി സംഘം 5ാമത് സംസ്ഥാന സമ്മേളനത്തിന് നാളെ കോഴിക്കോട് തുടക്കമാകും. ടാഗോർ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്യും. 19-ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. 2002 ഒക്ടോബർ 19-ന് കോഴിക്കോട് വെച്ച് രൂപം കൊണ്ട കേരള പ്രവാസി സംഘത്തിന്റെ 5ാമത് സംസ്ഥാന സമ്മേളനമാണ് ജനുവരി 18, 19 തീയതികളിലായി കോഴിക്കോട്ട് നടക്കുന്നത്. 18-ന് രാവിലെ ടാഗോർ ഹാളിൽ പ്രതിനിധി സമ്മേളനം മന്ത്രി KT ജലീലും 19-ന് വൈകിട്ട് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദ്, ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ MLA എന്നിവർ അറിയിച്ചു. വിദേശത്ത് വെച്ച് മരിക്കുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ സൗജന്യമായി നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാർ ഒരുക്കണമെന്നും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കണം. നമ്മുടെ നാടിന്റെ ഖജനാവിന് വലിയ തോതിൽ സംഭാവന നൽകുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നമ്മുടെ നാഷണൽ കാരേജ് ഉൾപ്പെടെ സൗജന്യമായിട്ട് ആ മൃതദേഹം കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണമെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ, എളമരം കരീം MP തുടങ്ങിയവരും 2 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് ആധുനിക കേരള സൃഷ്ടിയിൽ പ്രവാസികളുടെ പങ്ക് എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അറബ് ഭക്ഷണ സംസ്കാരത്തിന്റെയും ഇന്ത്യൻ വിഭവങ്ങളുടെയും വൈവിധ്യങ്ങൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയുടെ ചിത്രീകരണം ദുബായിൽ ആരംഭിച്ചു. ഫ്ലവേഴ്സ് ഓഫ് അറേബ്യ എന്ന പേരിൽ കൈരളി അറേബ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി നായരാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. തനത് അറബ് വിഭവങ്ങളുടെ വൈവിധ്യം തേടിയുള്ള യാത്രയാണ് ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ എന്ന പേരിൽ കൈരളി അറേബ്യയിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന പരിപാടി. ലക്ഷ്മി നായർ അവതാരകയായി എത്തുന്ന പരിപാടിയുടെ ചിത്രീകരണം ദുബായിൽ ആരംഭിച്ചു. ദുബായ് കിസൈസിലെ നെല്ലറ റെസ്റ്റോറന്റിൽ വെച്ചാണ് ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യയുടെ ചിത്രീകരണത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചത്. ഇവിടെ ഇപ്പോൾ ഒരുപാട്
ഒരു ഗ്രോയിങ് ട്രെൻഡാണ്. ഇപ്പോൾ അറബിക് ഫുഡിനോടൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. കുറച്ച് കാലമായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലും ഇപ്പോൾ അറബിക് ഫുഡ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യുന്നുണ്ട് പല റെസ്റ്റോറൻറ്റ്സും. അപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് ആ ഒരു ഫ്ലേവേഴ്സ് കുറച്ച് എടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. പ്ലസ് നമ്മുടെ മലയാളികൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ള മലയാളീസാണല്ലോ. അപ്പോൾ അവർക്ക് അറബിക് ഫുഡിനോടൊപ്പം നാട്ടിലെ രുചികൾ, നാടൻ വിഭവങ്ങൾ ഇപ്പോഴും ഇവിടെയും കാത്തു സൂക്ഷിക്കുന്നു, ആ ഒരു രുചിഭേദങ്ങൾ. അപ്പോൾ ടോട്ടലി അറബിക് ഫുഡല്ല, എല്ലാം കൂടി ചേർന്നിട്ടൊരു ഫ്യൂഷൻ. ഇപ്പോൾ നാടൻ വിഭവങ്ങൾ, പിന്നെ ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റ്സ്, പിന്നെ വീടുകൾ, കുറച്ച് നമ്മുടെ മലയാളി ഫാമിലീസുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഒക്കെ. നല്ലറ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ നല്ലറ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറബി ഫുഡ് അവർ നാട്ടിൽ നിന്ന് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴും അവർക്ക് അതൊരു കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് അതിനെക്കാട്ടി ടേസ്റ്റ് ആയിട്ട് ഇവിടുത്തെ അറബി ഫുഡ് ഇഷ്ടപ്പെടുന്നുണ്ട്. ആരോഗ്യകരവും രുചികരവുമായ അറബ് ഭക്ഷണ സംസ്കാരത്തെ പരിചയപ്പെടുത്തുകയാണ് ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ എന്ന വ്യത്യസ്തമായ പരിപാടിയിൽ. UAE-യിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമാണ് ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ ചിത്രീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദുബായ്. രാജ്യത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട സ്വർണ്ണ ഫ്രോക്ക് വിസ്മയമാകുന്നു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ചെമ്മണ്ണൂർ ഇന്റർനാഷണലാണ് 10 കിലോ സ്വർണത്തിൽ തീർത്ത ഫ്രോക്ക് വിപണിയിലെത്തിച്ചിരിക്കുന്നത്. 3.5 കോടി രൂപയാണ് ഗോൾഡ് ഫ്രോക്കിന്റെ വില. കണ്ണഞ്ചിപ്പിക്കുന്ന മാതൃകയിലാണ് ഗോൾഡ് ഫ്രോക്കിന്റെ നിർമ്മാണം. 10 കിലോയിലധികം സ്വർണത്തിനു പുറമെ നാച്ചുറൽ സ്റ്റോണുകളായ റൂബി, എമറാൾഡ് തുടങ്ങിയവ കൊണ്ടുള്ള അലങ്കാരവും പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചുള്ള മിനാ വർക്കുകളും സ്വർണ്ണ വസ്ത്രത്തെയും കിരീടത്തെയും ആകർഷകമാക്കുന്നുണ്ട്. കോഴിക്കോട്ടായിരുന്നു ഗോൾഡ് ഫ്രോക്കിന്റെ നിർമ്മാണം. 5 പേർ ചേർന്ന് 5 മാസം നടത്തിയ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഗോൾഡ് ഫ്രോക്ക് യാഥാർത്ഥ്യമായതെന്ന് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. 5 മാസത്തിൽ കൂടുതൽ സമയമെടുത്തിട്ട് ചെയ്തതാണ്. വളരെ എക്സ്പേർട്ടായിട്ടുള്ള പണിക്കാർ വളരെ ഒരു ടീം വർക്കായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 3.5 കോടിയോളം രൂപ വില വരുന്ന ഫ്രോക്ക് ഈ മാസം 21 മുതൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ തൃശൂർ ഷോറൂമിൽ പ്രദർശിപ്പിക്കും. തുടർന്ന് ജ്വല്ലറിയുടെ മറ്റു ഷോറൂമുകളിലും പ്രദർശനത്തിനെത്തിക്കുമെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.